പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കഴിഞ്ഞ 2-3 മാസങ്ങളായി നമ്മൾ ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ കഴിച്ചിരിക്കേണ്ട ചില ഭക്ഷണങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായി കഴിക്കുമ്പോൾ ഒന്നുകൂടി ശ്രദ്ധിച്ച് കഴിക്കേണ്ട ചില ഭക്ഷണങ്ങളെ പറ്റിയൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഇഞ്ചി, ഉലുവ, അതുപോലെ തന്നെ കടുക്, അതുപോലെ ജീരകം, പാല്, മുട്ട, കറിവേപ്പില, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ആ കൂട്ടത്തിൽ നമ്മൾ വളരെ പ്രാധാന്യത്തോടു കൂടി കാണുകയും കഴിക്കുകയും ചെയ്യേണ്ട 2 ഫ്രൂട്ടുകളുണ്ട്. ഒന്ന് അത്തിപ്പഴമാണ്. അത്തിപ്പഴം മുത്താണ് പൊന്നെ. അത്തിപ്പഴം കഴിച്ചാൽ ഒരു മനുഷ്യന് കിട്ടുന്ന 22 ബെനിഫിറ്റുകൾ, 22 നേട്ടങ്ങളുണ്ട്. ഉസ്താദ്, അതൊക്കെ വലിയ പണക്കാർ കഴിക്കുന്നതാണ്. പണക്കാർക്ക് വേണ്ടി മാത്രമാണ് അള്ളാഹു അത്തിപ്പഴം സൃഷ്ടിച്ചത്? അല്ല, നമ്മൾ കഴിക്കണം. കാരണം എത്രയോ ഹോസ്പിറ്റലുകളിൽ നമ്മൾ പോയി ചികിത്സിക്കുന്ന രോഗങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ചികിത്സിച്ച് മാറ്റാം. ഏതിലൂടെ? അത്തിപ്പഴത്തിലൂടെ. അതെങ്ങനെ ഉപയോഗിക്കണം വിശദമായി ഇന്നത്തെ ക്ലാസ്സിലുണ്ട്. കൂടാതെ ഈത്തപ്പഴവും കൂടി നമ്മൾ ഈ അത്തിപ്പഴത്തിനോടൊപ്പം കഴിച്ചാൽ 100% ഫലമാണ്. അപ്പോൾ അത്തിപ്പഴം, ഈത്തപ്പഴം രണ്ടും മുത്താണ്, രണ്ടും ഒരുപാട് ഗുണങ്ങളുടെ കലവറയാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒരുപാട് കാര്യങ്ങൾ പറയുന്ന ഇന്നത്തെ വീഡിയോ അവസാനം വരെ കാണാൻ മറക്കണ്ട, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകണ്ട. അള്ളാഹു സ്വീകരിക്കട്ടെ, ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസുഹാബിഹി വഅത്ബാഇ അൽഫായിസീന അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ മുത്തു മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അല്ലാഹു തആല ഇരുലോക വിജയങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്ത് ഒരുപാട് മുഅ്മിനീങ്ങൾ വലിയ പ്രയാസത്തിലാണ്, സങ്കടത്തിലാണ്. അല്ലാഹു തആല എല്ലാവർക്കും ആശ്വാസവും സമാധാനവും ഒക്കെ പ്രദാനിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ വിധത്തിലുള്ള രോഗങ്ങൾക്കും അല്ലാഹു തആല ശിഫാ തരുമാറാവട്ടെ. എത്രയോ ആളുകൾ ഹോസ്പിറ്റലുകളൊക്കെ കയറി ഇറങ്ങുന്നു. പല പ്രയാസങ്ങളാണ്, സങ്കടങ്ങളാണ്, രോഗങ്ങളാണ്, വലിയ പ്രതിസന്ധിയിലൂടെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞു. അള്ളാഹു എല്ലാവരുടെയും എല്ലാ പ്രയാസ പ്രതിസന്ധികളും മാറ്റിക്കൊടുക്കുമാറാവട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കഴിഞ്ഞ ഏതാനും മാസങ്ങളൊക്കെയായി നമ്മുടെ വീഡിയോകൾ പറയുമ്പോൾ അതിലേതെങ്കിലും ഒരു ദിവസം നമ്മൾ കഴിക്കേണ്ട ചില ഭക്ഷണങ്ങളെ പറ്റി നമ്മൾ പറയാറുണ്ട്, അല്ലേ? നമ്മൾ ജീവിതത്തിൽ ഭക്ഷണവുമായി ഉൾപ്പെടുത്തേണ്ട ചില കാര്യങ്ങൾ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ തക്കാളിയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇറക്കിയിരുന്നു. അതിനു മുമ്പ് ഇപ്പോൾ എത്രയോ നമ്മൾ പാലുമായി ബന്ധപ്പെട്ട്, പാല് ഏത് പാലാണ് നല്ലത്, അതുപോലെ മുട്ടയുമായി ബന്ധപ്പെട്ട് ഇഞ്ചി, വെളുത്തുള്ളി, സവോള, അതുപോലെ തന്നെ പിന്നെ ഉലുവ, ജീരകം, പിന്നെ കരിഞ്ജീരകം, അങ്ങനെ ഒരുപാട് വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട്. കറിവേപ്പില, ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ നേട്ടങ്ങൾ പലതും നമുക്കറിയില്ല. ചിലപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഈ കടുകില്ലേ, കടുകിനെ പറ്റി പറഞ്ഞപ്പോൾ ഒരുപാട് പേര് അത് കണ്ടു വലിയ അഭിപ്രായം പറയും. കാരണം ഉസ്താദെ, കടുകിന് ഇത്രമാത്രം ഗുണങ്ങളുണ്ടോ എന്ന് പലരും ചോദിച്ചു. കടുകുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലുണ്ട്, അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമ്മൾ ആ ഗണത്തിലുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളൊക്കെ പലപ്പോഴും ജീവിതത്തിൽ കഴിച്ചിട്ടുള്ള, എന്നാൽ വില കൂടുതലാണ്, ഇതൊന്നും നമ്മൾ കഴിക്കേണ്ടതല്ല, അതൊക്കെ പണക്കാർ കഴിക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് നമ്മൾ പലപ്പോഴും മാറ്റി നിർത്തുന്ന ഒരു ഫ്രൂട്ടാണ് അല്ലാഹു തആല വിശുദ്ധമായ ഖുർആനിൽ സത്യമിട്ട് പറയാൻ അല്ലാഹു തആല ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് അത്തിപ്പഴം എന്നുള്ളത്, അല്ലേ? വത്തീനി വസ്സൈത്തൂൻ അല്ലാഹു തആല പറയുന്നു, അല്ലേ? അത്തിയെ തന്നെയാണ് സത്യം, വസ്സൈത്തൂൻ, സൈത്തൂനിനെ തന്നെയാണ് സത്യം. അത്തിപ്പഴം ഇത് കേൾക്കുമ്പോൾ തന്നെ പല ആൾക്കാരും നിർത്തിപ്പോകും. കാരണം എന്താ? അതൊക്കെ വലിയ ആൾക്കാർ കഴിക്കുന്ന എന്തോ വലിയ സാധനം എന്ന്. അതൊന്നുമല്ല, നമ്മളെല്ലാവരും കഴിച്ചിരിക്കേണ്ടതാണ്. എന്താ? ഫിഗ് ഫ്രൂട്ട് എന്ന് പറയും. ഫിഗ് ഫ്രൂട്ട് അതിന് നല്ല വിലയാണ് കേട്ടോ. നല്ല വില എന്ന് പറഞ്ഞാൽ 1/2 കിലോ ഞാൻ മുമ്പ് എടുത്ത് വാങ്ങിച്ചിരുന്നു. 1/2 കിലോ വാങ്ങിച്ചപ്പോൾ അത്യാവശ്യം വിലയുണ്ട്. 1 കിലോ ആണെങ്കിൽ ക്വാളിറ്റി കുറഞ്ഞത് തൊട്ട് കൂടിയത് വരെ ഉണ്ട്. അപ്പോൾ ഏതായാലും ക്വാളിറ്റി അല്പം കുറഞ്ഞാലും നല്ല ഗുണങ്ങളുണ്ട്. കേരളത്തിൽ ഇപ്പോൾ സുലഭമായി അതിപ്പോൾ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഈ അത്തിപ്പഴം എന്നുള്ളത്. അത്തിപ്പഴം പല തരത്തിൽ, പല രുചിയിൽ നമുക്ക് ഇപ്പം അങ്ങനെയാണല്ലോ. ഇപ്പോൾ ഈ നമ്മുടെയൊക്കെ നാട്ടിൽ മാങ്ങയുണ്ട്, അതുപോലെ ചക്ക, അതൊക്കെ ഉണ്ട്. പക്ഷെ അതിപ്പോൾ തമിഴ്നാട്ടിലേക്ക് പോയാൽ അതിന് വേറെ ഒരു രുചിയായിരിക്കും. അതിപ്പോൾ ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് നമ്മൾ വേറൊരു രാജ്യത്തേക്ക് പോയാൽ അതിന് വേറെ രുചിയാണ്. കാരണം ഓരോ കാലാവസ്ഥക്കും ഓരോ ഭൂപ്രകൃതിക്കുമൊക്കെ അനുസരിച്ച് ഒരേ ഫ്രൂട്ടാണെങ്കിലും വ്യത്യസ്തമായ ഗുണങ്ങളും ഫലങ്ങളൊക്കെ ഉണ്ട്. അപ്പം എന്തുമാവട്ടെ, സ്വർഗത്തിലെ പഴമെന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു പഴം കൂടിയാണ് അത്തിപ്പഴം. ഇതിന് ഒരുപാട് നേട്ടങ്ങളുണ്ട്. അതിൽപ്പം പൈസ കൂടിയാലും, ഇപ്പം നമ്മളിപ്പോൾ എത്രയോ കാര്യത്തിന് വേണ്ടി പൈസ ചെലവഴിക്കുന്നു, അല്ലേ? ഒരു കുഴിമന്തി ഫുൾ, അല്ലേ? ഒരു കുഴിമന്തി ഫുൾ, ഒരു അൽഫാം മന്തി ഫുൾ, അല്ലേ? 800 രൂപ, 850 രൂപ, 900 രൂപക്ക് നമ്മൾ വാങ്ങും. എന്നിട്ട് നമ്മൾ നല്ല വെച്ചടിക്കും. പക്ഷെ അതുകൊണ്ട് വലിയ ഗുണം കിട്ടും, വിശപ്പ് കെടും എന്നല്ലാതെ
വേറെ ഒരു ശരീരത്തിന് ഗുണം അങ്ങനെ കിട്ടാൻ പോകുന്നില്ല, ദോഷമാണ്. കാരണം അതിൽ ചേർക്കുന്ന കളറുകൾ, അതിൽ ചേർക്കുന്ന ചിലപ്പോൾ പാം ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ എന്ന് പറഞ്ഞ് വരുന്ന വ്യാജമായ ഓയിലൊക്കെ ആയിരിക്കും ചേർക്കുന്നത്. അതൊക്കെ ഇങ്ങനെ കഴിച്ച് മസാലയൊക്കെ കഴിച്ച് നമുക്ക് വെറുതെ കൊളസ്ട്രോളും പ്രഷറൊക്കെ കൂടാമെന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ ഗുണം കിട്ടാൻ പോകുന്നില്ല. എന്നാൽ അതിൻ്റെ പകുതി വില പോലും ഇല്ല ഒരു അത്തിപ്പഴം വാങ്ങുക, അത് വെള്ളത്തിലിട്ട് കഴിക്കുക. ഒരുപാട് ഗുണങ്ങളുണ്ട്. അതൊരു ഭക്ഷണമായിട്ടും മരുന്നായിട്ടും ഉപയോഗിക്കാൻ പറ്റും. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നതായിട്ട് നമുക്ക് കാണാം, ചില പഴങ്ങൾ അത് ഒരു പഴമാണ്, ഒരു ഭക്ഷണമാണ്, മരുന്നാണ്. അതിൽപ്പെട്ട ഒന്ന് ഈത്തപ്പഴം, രണ്ടാമത്തേത് അത്തിപ്പഴത്തിൻ്റെ ഗുണങ്ങൾ ഇങ്ങനെ എണ്ണിയാൽ യാ റബ്ബ് എത്ര ഗുണങ്ങളാണ്! 22ഓളം നേട്ടങ്ങൾ, ഗുണങ്ങൾ അത്തിപ്പഴത്തിനുണ്ടെന്നാണ്. ഞാനിപ്പോൾ എഴുതിയത് 22ആണ്, ഇതല്ലാതെ ഒരുപാടുണ്ട്. അത്തിപ്പഴം മുത്താണ് പൊന്നെ എന്നാണ് പഴമക്കാർ പറയുക. അത്തിപ്പഴം മുത്താണ് പൊന്നെ എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യമാണ്. അത്തിപ്പഴം മുത്താണ് പൊന്നെ, മുത്താണെന്ന് പറഞ്ഞാൽ വലിയ വില കൂടിയതാണ്. പിന്നെ അത് പൊന്നെ, അത് പൊന്നുമാണെന്നാണ്. കാരണം സ്വർണം പോലെ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട അതിൻ്റെ ഗുണമാണ്. പഴമക്കാർക്ക് അതിൻ്റെ ഗുണം അറിയാം. ഒരത്തിപ്പഴം കിട്ടിയാൽ അത് ഉപയോഗിക്കേണ്ട രൂപത്തിൽ ഉപയോഗിക്കുമായിരുന്നു അവരൊക്കെ. നമുക്കിൻ്റെ ഗുണങ്ങളിലേക്ക് വരാം. ഒന്ന്, കഫത്തെ കുറക്കും. ഇന്നിപ്പോൾ ഞാൻ ഉൾപ്പെടെ എനിക്കുണ്ട്, ഒരുപാട് കഫമുണ്ട്. കാരണം ഇപ്പോൾ ഒന്ന് കാലാവസ്ഥയുടെ അതാണ്, പിന്നെ ഈ ചായ ഇച്ചിരി കൂടുതൽ കുടിക്കുന്ന സ്വഭാവം എനിക്കുണ്ട്. പാൽച്ചായ കുടിക്കും, അപ്പം അങ്ങനെ കഫക്കെട്ടുണ്ട്. പിന്നെ ജലദോഷമൊക്കെ വന്നിട്ട് ഇങ്ങനെ സൗണ്ടൊക്കെ അടഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ കഫം ഒരുപാടുള്ള ഞാൻ ഉൾപ്പെടെ നമ്മൾക്ക് കഴിക്കേണ്ട ഒരു വസ്തു കൂടിയാണ് അത്തിപ്പഴം. അതെങ്ങനെ കഴിക്കണമെന്ന് ഇൻഷാ അല്ലാഹ് ശേഷം പറയാം. കഫത്തെ കുറക്കും. ഈ കഫം കൂടുമ്പോൾ, നമ്മുടെ ശരീരത്തിൽ കഫം കൂടുമ്പോഴാണ് നമുക്ക് മടി വരുന്നത്. മടി വന്നാൽ പിന്നെ എല്ലാം പോയി, ഇബാദത്തുണ്ടാവൂല, നിസ്കരിക്കാൻ തോന്നൂല, എപ്പോഴും ഉറക്കമായിരിക്കും. അപ്പൊ കഫത്തെ ഇല്ലാതാക്കണം, കഫശല്യം ഇല്ലാതാക്കണം. അതിന് പറ്റിയ ഒരു മരുന്നാണ് ഫിഗ് ഫ്രൂട്ട്, അതായത് അത്തിപ്പഴം. പിന്നെയോ നമ്മുടെ ശരീരം ഒന്ന് നന്നാവാൻ, ആരോഗ്യം, പുഷ്ടിപ്പെടാൻ, ഒന്ന് ഉഷാറാവാൻ ഈ അത്തിപ്പഴം നല്ലതാണ്. മുടിയുടെ ആരോഗ്യം, മുടി പൊട്ടിപ്പോവുക, മുടി കൊഴിച്ചിൽ, അതിനൊക്കെ ഈ അത്തിപ്പഴം നല്ലതാണ്. അതൊക്കെ ഇല്ലാതാവാൻ, മുടി തഴച്ചു വളരാൻ അത്തിപ്പഴം എല്ലാ ദിവസവും കഴിക്കൽ നല്ലതാണ്. പിന്നെ ഒരു പരിധിവരെ പൈൽസ് രോഗം അതില്ലാതാവാൻ ഈ അത്തിപ്പഴത്തിന് കഴിവുണ്ടെന്നാണ്, അതില്ലാതാക്കാൻ. പിന്നെ രക്തവാദം, ആമവാദം, അങ്ങനെ ഈ വാദത്തിന്റെ അസുഖം ഉണ്ടല്ലോ, അവർക്കും അത്തിപ്പഴം ഉപയോഗിക്കാം. പിന്നെയോ മൂത്രസഞ്ചിയിലെ കല്ലുകൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരെ അത്തിപ്പഴം ഒന്ന് നിങ്ങൾ കഴിച്ചു നോക്ക്, അതിന് വലിയ ഗുണമുണ്ടാകും. കിഡ്നിയുടെ ശുദ്ധീകരണം നടക്കും. ഗർഭിണികൾക്ക് വലിയ നല്ലൊരു ഫ്രൂട്ടാണ്, ഗർഭിണികൾക്കും കുട്ടികൾക്കൊക്കെ നല്ലതാണ് ഈ ഒരു അത്തിപ്പഴം. അതുപോലെ തന്നെ നമ്മുടെ എല്ലുകളുടെ ആരോഗ്യത്തിന്, അതുപോലെ തന്നെ ആർത്തവ പ്രശ്നമുള്ള ആ ഒരു ഡേറ്റ് ഒന്നും കൃത്യമാവാതെ വിഷമിക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ടാകും, അവർക്കും അത്തിപ്പഴം കഴിക്കൽ നല്ലതാണ്. പിന്നെയോ നമ്മുടെ കൊഴുപ്പ് കുറയ്ക്കാൻ, നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കാനും, അമിതവണ്ണം കുറയ്ക്കാനും, കൊളസ്ട്രോൾ കുറയ്ക്കാനും, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഇല്ലാതാവാനും ഒക്കെ ഈ അത്തിപ്പഴം കഴിക്കൽ കൊണ്ട് പറ്റുന്നതാണ്. പിന്നെയോ നമ്മുടെ ഹൈ പ്രഷർ, ബ്ലഡ് പ്രഷർ, BP, അതൊക്കെ നിയന്ത്രിക്കാനും, ദഹന പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനും, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒക്കെ ഈ അത്തിപ്പഴം കഴിക്കൽ നല്ലതാണ്. അത്തിപ്പഴത്തില് മഗ്നീഷ്യമുണ്ട്, കാൽസ്യമുണ്ട്, പൊട്ടാസ്യമുണ്ട്, അയണുണ്ട്, വിറ്റാമിൻ K ഉണ്ട്, omega-6 ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കരളിന്റെ ആരോഗ്യത്തിന് നല്ലതാണ്. പ്രമേഹ രോഗികൾക്കും അത്തിപ്പഴം കഴിക്കാം, ഡോക്ടറോടൊന്ന് ചോദിച്ചേക്കണം. അതുപോലെ ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കാനും ഒക്കെ അത്തിപ്പഴം നല്ലതാണ്. അപ്പൊ അത്തിപ്പഴം മുത്താണ് പൊന്നെ, അതിന്റെ ഗുണങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി അതുപോലെ തന്നെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന മറ്റൊരു ഫ്രൂട്ടാണ് ഈത്തപ്പഴം. അത്തിപ്പഴം, അതുപോലെ ഈത്തപ്പഴം. മറിയം ബീവിയോട് അല്ലാഹു തആല കഴിക്കാൻ പറഞ്ഞ ഒരു ഫ്രൂട്ടാണ് ഈത്തപ്പഴം. അതുപോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ടാണ് അത്തിപ്പഴവും ഈത്തപ്പഴവും. സ്വർഗത്തിലെ ഫലമെന്ന് പറയപ്പെട്ട ഫ്രൂട്ടാണ് അത്തിപ്പഴവും ഈത്തപ്പഴവും. അപ്പോൾ ഇത് രണ്ടും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് എന്ന് നമുക്ക് പറയാം. റമദാനിൽ മാത്രം കഴിക്കേണ്ട ഒരു വസ്തുവല്ല ഈ ഈത്തപ്പഴം എന്ന് പറഞ്ഞാൽ, മറിച്ച് എല്ലാ കാലത്തും സുലഭമായി നമുക്ക് കിട്ടുന്നൊരു ഫ്രൂട്ടാണ് ഈ അത്തിപ്പഴവും ഈത്തപ്പഴവും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പേരെടുത്തു പറഞ്ഞ ഒരു വസ്തു കൂടിയാണ് ഈത്തപ്പന. അതുകൊണ്ട് സ്വർഗത്തിലെ ഭക്ഷണമാണ്. 150ഓളം ഈത്തപ്പഴമുണ്ടെന്നാണ്. ഷുഗർ രോഗികൾക്ക് കഴിക്കാമോ? വളരെ ഒരു പ്രസക്തമായ ചോദ്യമാണ്. ഇപ്പോൾ അറബികളൊക്കെ കഴിക്കുന്നത് പോലെ നമ്മൾ കഴിക്കാൻ നിന്നാൽ ശരിയാവൂല. ഈത്തപ്പഴം എല്ലാവർക്കും പിടിക്കണം എന്നില്ല. സംഭവം സ്വർഗത്തിലെ ഭക്ഷണമാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ചില രോഗമുള്ളവർക്ക് പിടിക്കില്ല. ഈ ഷുഗർ രോഗികൾ തന്നെ
എന്താണ് ഈത്തപ്പഴം പല രൂപത്തിലുണ്ട്. മധുരം കുറഞ്ഞതുണ്ട്, മധുരം ശുക്രി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈത്തപ്പഴം നല്ല സോഫ്റ്റ് ആയിരിക്കും, എന്താണ് നല്ല മധുരം കൂടിയതാണ്. അതൊക്കെ ഒരു പക്ഷെ കഴിക്കുമ്പോൾ ഡോക്ടറോട് നമ്മൾ അത് പ്രത്യേകം ചോദിച്ചിട്ട് തന്നെ കഴിക്കണം കേട്ടോ. ഒട്ടും കൊളസ്ട്രോൾ ഇല്ലാത്ത 6 തരം വൈറ്റമിനുകളുള്ള 15 തരം മിനറൽസ് അടങ്ങിയിട്ടുള്ള വസ്തുവാണ് ഈത്തപ്പഴം എന്നുള്ളത്. നോമ്പുകാരന്റെ ക്ഷീണം, തളർച്ച, അലസത എല്ലാം മാറ്റാനും രക്തത്തെ ശുദ്ധീകരിക്കാനുമുള്ള കഴിവ് ഈത്തപ്പഴത്തിനുണ്ടെന്നാണ്. അതായത് ഈത്തപ്പഴം നമ്മൾ കഴിച്ചാൽ നമുക്ക് കിട്ടേണ്ട ഗുണങ്ങളുടെ 80%, നമ്മുടെ ശരീരത്തിന് വേണ്ട 80% ഗുണങ്ങളും കിട്ടുമെന്നാണ് ഈത്തപ്പഴം കഴിച്ചാൽ. പിന്നെ നമ്മൾ ഈ അത്തിപ്പഴം പറഞ്ഞപ്പോൾ അതെങ്ങനെയാണ് കഴിക്കേണ്ടത്? അത്തിപ്പഴം നമുക്ക് വെറുതെ ചുമ്മാ അതൊന്ന് കഴുകി കഴിക്കലാണ് നല്ലത്. അത് വെറുതെ കഴുകി കഴിക്കാം. അതോടൊപ്പം തന്നെ അതിൻ്റെ ഉപയോഗക്രമം പറയുന്നത് നമ്മൾ ഇന്ന് രാത്രി ഒരു 4, 5, 6, 7 ഈ അത്തിപ്പഴം എടുക്കുക, നല്ലവണ്ണം കഴുകിയിട്ട് നല്ല പച്ചവെള്ളത്തിൽ അതിട്ട് വെക്കുക. എന്നിട്ട് പിറ്റേന്ന് രാവിലെ അത് ആ വെള്ളത്തോടുകൂടി എന്ത് ചെയ്യുക, കഴിക്കുക. അങ്ങനെയാണ് വെള്ളത്തിൽ കുതിർത്തിയിട്ട് കഴിക്കണം. ആ വെള്ളത്തിൽ കുതിർത്താൻ വേണ്ടി നമ്മൾ ഇടുമ്പോൾ 1, 2, 3 ബദാമും കൂടി ഇട്ടാൽ അത് വളരെ നല്ലതാണ്, ആരോഗ്യത്തിന് ഗുണപ്രദമാണ്. ചിലപ്പോൾ നമ്മുടെ മക്കൾക്കൊക്കെ കൊടുത്താൽ വളരെ ഗുണമുള്ളതാണ് കേട്ടോ. ഇനി ഈത്തപ്പഴത്തിലേക്ക് വരാം. എല്ലാ ദിവസവും കഴിക്കൽ കൊണ്ട് കുഴപ്പമില്ല, പക്ഷെ ചില ഷുഗർ രോഗികളൊക്കെ അത് പിടിക്കൂല ഈത്തപ്പഴം കേട്ടോ. പിന്നെ സ്ട്രോക്കിനെ തടയാനും അറ്റാക്കിനെ തടയാനും ഒക്കെ ഇത് നല്ലതാണ് ഈ ഈത്തപ്പഴം. ഈ ഈത്തപ്പഴത്തിന്റെ കുരു ഉണ്ടല്ലോ, ആ കുരുവിൽ ഒരു പാട ഉണ്ടാകും, ഒരു പാട. ആ പാട വലിയ അത്ഭുതമാണ്. അതിൽ അറ്റാക്കിനെ തടയാനുള്ള വലിയ ഗുണങ്ങളുണ്ടെന്ന് ഈ അടുത്ത് ഒരു പഠനം തെളിയിച്ചിട്ടുണ്ട്. പിന്നെ മഗ്നീഷ്യം ഒരുപാടുണ്ട് ഈത്തപ്പഴത്തിൽ, അതുകൊണ്ട് തന്നെ രക്തയോട്ടം സുഗമമാക്കും. നമ്മൾ റമദാനിലേക്ക് മാറ്റി, റമദാൻ ആകുമ്പോൾ ഈത്തപ്പഴം കഴിക്കാം എന്നല്ല, അതല്ലാത്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് ഈത്തപ്പഴം വാങ്ങിച്ച് വീട്ടിൽ വെക്കുക. മക്കളൊക്കെ കഴിക്കട്ടെ. എല്ലാ ദിവസവും കഴിച്ചില്ലെങ്കിൽ ഒന്നിടവിട്ട ദിവസമെങ്കിലും വെറുതെ ഭക്ഷണത്തിന് ശേഷം അല്ലെങ്കിൽ വെറും വയറ്റിലൊക്കെ കഴിക്കട്ടെ. പിന്നെ ചീത്ത കൊളസ്ട്രോൾ, LDL കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ ഈത്തപ്പഴത്തിന് സാധിക്കും. അതുപോലെ തന്നെ അയൺ കൂടുതലുള്ളത് കൊണ്ട് കുട്ടികൾക്കും ഗർഭിണികൾക്കും ഒക്കെ നല്ലതാണ്. ഫൈബർ ഒരുപാടുള്ളത് കൊണ്ട് മലബന്ധ പ്രശ്നങ്ങൾ ഇതില്ലാതാകും. അപ്പോൾ ഈത്തപ്പഴം അതൊരു മരുന്നാണ്, അതൊരു ഭക്ഷണമാണ്, അതൊരു പഴവർഗ്ഗവും കൂടിയാണ്. അത് ആരാണെങ്കിലും കൂടുതൽ അമിതമായി ഈത്തപ്പഴം 3 നേരവും ഈത്തപ്പഴം അങ്ങനെ ആവരുത്. അങ്ങനെ ആയാൽ ഗ്ലൂക്കോസ്, പൊട്ടാസ്യം ഒക്കെ നമുക്ക് ശരീരത്തിൽ കൂടി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഒരു നിശ്ചിത അളവിൽ കഴിക്കുക. അത് കഴിക്കുമ്പോൾ കഴുകി കഴിക്കുക. വെള്ളത്തിൽ കുതിർത്താനിട്ടിട്ട് ഈത്തപ്പഴം കഴിക്കലും അത്തിപ്പഴം കഴിക്കലും ഒക്കെ നല്ലതാണ് കേട്ടോ. പിന്നെ ഈ ഈത്തപ്പഴത്തിന്റെ കുരു അത് നല്ലപോലെ കഴുകിയിട്ട് 20 മിനിറ്റ് വറുത്തിട്ട് അത് പൊടിച്ച് ആ പൊടി വെള്ളത്തിൽ കലക്കി അല്ലെങ്കിൽ പാലിൽ കലക്കി കുടിച്ചാൽ ശരീരത്തിന് ആരോഗ്യവും സൗന്ദര്യവും ലൈംഗികമായ ശേഷിയും വർദ്ധിക്കുമെന്ന് നമുക്ക് ഡോക്ടർമാർ പറഞ്ഞു തരുന്നു. പിന്നെ ഗർഭിണികൾക്ക് ഈത്തപ്പഴം കഴിക്കൽ നല്ലതാണ്. കുഞ്ഞിന്റെ വളർച്ചയ്ക്ക്, ബുദ്ധിവികാസത്തിന്, മുലപ്പാൽ ഉണ്ടാവാനും ഈത്തപ്പഴം കഴിക്കൽ, വെറും വയറ്റിൽ ഈത്തപ്പഴം വെള്ളത്തിൽ കുതിർത്തിയിട്ട് കഴിക്കൽ നല്ലതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ ഒരുപാട് കണ്ട് കഴിച്ചിരുന്ന ഭക്ഷണം കൂടിയാണ് എന്ത്, ഈത്തപ്പഴം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു മരുന്നാണ്, ഇതൊരു ഭക്ഷണമാണ്, ഇതൊരു പഴവർഗ്ഗം കൂടിയാണ്. ഈത്തപ്പഴം, അജുവ ഈത്തപ്പഴം, നബിതങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈത്തപ്പഴം. അജുവ എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ഗൾഫിൽ നിന്ന് വരുന്ന ആളുകൾക്ക് കുറച്ച് കൊണ്ടുവരുമായിരുന്നു. ഭയങ്കര വലിയ, ഇന്നിപ്പോൾ നമ്മുടെ കടകളിലൊക്കെ കിട്ടും, സുലഭമായി കിട്ടും ഈ അജുവ ഈത്തപ്പഴം. അത് വാങ്ങി വെക്കുക, കുട്ടികൾക്ക് കൊടുക്കുക, ഒരു 3 വീതം എല്ലാ ദിവസവും കൊടുക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയോട് പറയുന്നുണ്ട്, തുടർച്ചയായി 7 ദിവസം അജുവ ഈത്തപ്പഴം 7 വീതം രാവിലെ വെറും വയറ്റിൽ കഴിച്ചാൽ കിട്ടുന്ന നേട്ടം എന്ന് പറഞ്ഞാൽ സിഹിർ, കണ്ണേറ്, കൂടോത്രമൊന്നും ശരീരത്തിൽ ഏൽക്കൂല എന്ന്. അത്രമാത്രം പവറാണ് ഈ അജുവ ഈത്തപ്പഴത്തിനുള്ളത്, വെറും വയറ്റിൽ കഴിക്കാന്ന് 7 വീതം. അപ്പൊ അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഈ ഈത്തപ്പഴം മൊത്തത്തിലെടുത്താൽ ഈത്തപ്പഴത്തിന് ഒരുപാടുണ്ട്. മുടി, എല്ല്, പല്ല്, അതിൻ്റെയൊക്കെ ആരോഗ്യത്തിന് ഈത്തപ്പഴം നല്ലതാണ്. അപ്പൊ നമ്മൾ 2 വസ്തുക്കളാണ് ഇന്ന് പഠിച്ചത്. ഒന്ന് ഈത്തപ്പഴം, 2 അത്തിപ്പഴം. അപ്പൊ അത്തിപ്പഴം മുത്താണ്, ഈത്തപ്പഴവും മുത്താണ്. അപ്പൊ മുത്തായ 2 പഴങ്ങളെ പറ്റിയാണ് നമ്മൾ പഠിച്ചത്, നമ്മൾ അറിഞ്ഞത്. ഈത്തപ്പഴം ഇപ്പൊ റമദാനൊക്കെ ഇനിയിപ്പോൾ വരുമ്പോൾ ഈത്തപ്പഴം സുലഭമായി നമ്മുടെ വീട്ടിലുണ്ടാകും. റമദാനിലേക്ക് മാത്രം ഉപയോഗിക്കേണ്ട ഒരു വസ്തുവൊന്നുമല്ല ഈത്തപ്പഴം. എല്ലാ ദിവസവും ഇപ്പൊ നമ്മുടെയൊക്കെ വീട്ടിൽ ചെന്നാൽ ഒരു പാക്കറ്റ് ഈത്തപ്പഴം ഉണ്ടാകും എപ്പോഴും. അത് ചിലപ്പോൾ ഫ്രിഡ്ജ് വെക്കാം, അല്ലെങ്കിൽ എന്താണ് നമുക്ക് പുറത്തെടുത്ത് വെക്കാം. ഈത്തപ്പഴം കഴിക്കുമ്പോൾ നല്ല കഴുകി കഴിക്കണം കേട്ടോ, ഒരുപാട് അഴുക്കുണ്ടാവും. അപ്പോൾ വെള്ളത്തിൽ കുതിർത്തിയിട്ട് കഴിക്കാം.
വെള്ളത്തിൽ കുതിർത്തിയിട്ട് കഴിക്കേണ്ടതാണ് ബദാം. ബദാമൊക്കെ ചുമ്മാ കഴിക്കുന്നതിനേക്കാൾ നല്ല വെള്ളത്തിൽ ഒരു 7 എണ്ണം അല്ലെങ്കിൽ 6 എണ്ണം 5 എണ്ണം അത് തലേന്ന് രാത്രി വെള്ളത്തിൽ ഇട്ടിട്ട്, അതുപോലെ തന്നെ ഈ അത്തിപ്പഴമൊക്കെ വെള്ളത്തിൽ കുതിർത്തിയിട്ട് കഴിക്കുക. അപ്പോൾ അതിൻ്റെ ഗുണം കൂടുതൽ കിട്ടുമെന്നൊക്കെ നമുക്ക് ഡോക്ടർമാർ പറഞ്ഞു തരുന്നുണ്ട്. എന്തുമാവട്ടെ ഹൈർ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ 2 വസ്തുക്കൾ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് നേടിത്തരുന്നത്. നമ്മൾ ചുമ്മാ കുറെ ചോറിങ്ങനെ കഴിച്ചിട്ട് കാര്യമില്ല. ചോറെന്ന് പറഞ്ഞാൽ പുഴുങ്ങി വെച്ചിട്ടുള്ള പഞ്ചസാരയാണ്. ചോറ് കൂടുതൽ കഴിക്കില്ലട്ടാ. ഞാനിപ്പോൾ ചോറ് കുറക്കുവാണ്. ചോറെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ വെള്ളരിച്ചോറാവട്ടെ കുത്തരിച്ചോറാവട്ടെ, ചോറ് വലിയ പ്രശ്നമാണ്. നമ്മളിപ്പോൾ ഇറച്ചിയൊക്കെ ഒഴിവാക്കി, മുട്ട ഒഴിവാക്കി, വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നില്ല. പക്ഷെ ചോറ് കഴിച്ചാൽ തന്നെ കൊളസ്ട്രോൾ കൂടും, ഷുഗർ കൂടും. ചോറ് ഭയങ്കര വിഷമാണ്. അപ്പോൾ പണ്ടുള്ള ആൾക്കാർ കഴിച്ചു. നമ്മളെപ്പോലെയാണോ? അവർ കഴിക്കും, പക്ഷെ അതനുസരിച്ച് അവരെന്ത് ചെയ്യും? നല്ല അധ്വാനിക്കും. ഇന്നിപ്പോൾ ഞാൻ നിങ്ങളൊക്കെ ചുമ്മാ ഇരിക്കുമല്ലേ. അപ്പം അതുകൊണ്ട് ചോറ് ഏതെങ്കിലും ഒരു നേരമാക്കുക, ചോറ് കുറച്ചെടുക്കുക. അതുപോലെ തന്നെ കറികൾ ഒരുപാട് കഴിക്കുക. പിന്നെ ഈ രാവിലെ അപ്പം പുട്ട് അതും അരി തന്നെയാണ്. ഉച്ചക്കോ തുമ്പപ്പൂ പോലത്തെ അരി വെച്ചുണ്ടാക്കുന്ന ചോറാണ്. അതുപോലെ തന്നെ പിന്നെ രാത്രിയും പിന്നെ എന്തെങ്കിലും പലഹാരം, പുട്ട്, അപ്പോ എന്തെങ്കിലുമൊക്കെ. അപ്പോൾ 3 നേരവും ഈ ചോറ് കഴിക്കുമ്പോൾ വലിയ ദോഷം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും. അപ്പോൾ ഈ കാര്യമൊക്കെ ശ്രദ്ധിക്കുക ഇൻഷാ അല്ലാഹ്. ഇങ്ങനെ അത്തിപ്പഴം, ഈത്തപ്പഴം അതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല ഖൈർ തരട്ടെ, ബറക്കത്തിലാക്കി നമ്മുടെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും തരട്ടെ. രോഗങ്ങളെ തൊട്ടുള്ള എല്ലാ കാവലും അല്ലാഹു തആല തരട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.